ആക്ഷൻ ബ്ലാസ്റ്റ് അഴിഞ്ഞാടി അർജുനും അഭിരാമിയും പ്രീതിയും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കണേ. ആക്ഷൻ ബ്ലാസ്റ്റ് അഴിഞ്ഞാടി അർജുനും അഭിരാമിയും പ്രീതിയും. ബ്ലാസ്റ്റ് എന്ന സിനിമയെ കുറിച്ചാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. സിനിമ കാണാൻ പ്രേക്ഷകർക്ക് ഒറ്റൊരു കാരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് കിഡിലൻ എന്റർടൈൻമെന്റ് സിനിമയാണ്. ആ എന്റർടൈൻമെന്റ് ഔട്ട് ആൻഡ് ഔട്ട് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന സിനിമ. അങ്ങനെ വേണം നമുക്ക് ആക്ഷൻ കിങ് അർജുൻ സർജ നായകനായി എത്തുന്ന ബ്ലാസ്റ്റ് എന്ന സിനിമയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ. സിനിമയുടെ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്ന കിഡിലൻ സിനിമ തന്നെയാണ് ബ്ലാസ്റ്റ്. ഇടിപടങ്ങളുടെ ആരാധകർക്ക് ആഘോഷിച്ച് ആർമാദിക്കാൻ പറ്റുന്ന തരത്തിൽ കിടിലൻ ഫൈറ്റ് സീനുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ. അങ്ങനെ വേണം ഈ സിനിമയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ. ചായക്കടയിൽ ഇടി, വീട്ടിൽ ഇടി, ഗോഡൌണിൽ ഇടി, കാറിലിടി, ആശുപത്രിയിൽ അങ്ങനെ ഇടി നടക്കാത്ത ഒരു ഇടം പോലുമില്ല. ഏകദേശം 8-10 ഫൈറ്റ് സീനുകളെ സിനിമയിലുണ്ടെന്ന് എണ്ണാൻ പറ്റാത്ത വിധത്തിലുള്ള ഗംഭീരമായിട്ട് നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ വിസിലടിച്ച് ആഘോഷത്തോടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലോഡിറ്റികൾ നിറഞ്ഞ ഒരു ഫൺ ഫാമിലി ആക്ഷൻ എന്റർടൈനർ. അങ്ങനെ വേണം നമുക്ക് ബ്ലാസ്റ്റ് എന്ന സിനിമയെ വിശേഷിപ്പിക്കാനാണ് എന്റെ പക്ഷം. സിനിമയുടെ നെടുന്തൂൺ അർജുൻ സർജ അവതരിപ്പിക്കുന്ന കരാട്ടെ മാസ്റ്റർ രാജരാമനാണ്. ആരുടെയൊക്കെ ഇടി കാണുന്നുണ്ട് എന്നതിന്റെ അല്ലെങ്കിൽ കാണാനുണ്ട് എന്നതിന്റെ സൂചന ട്രെയിലറിൽ തന്നെ നമുക്ക് സംവിധായകൻ സുഭാഷ് കെ രാജ് തരുന്നുണ്ട്. എന്നാൽ ട്രെയിലറിൽ തന്നത് വെറും ഒരു സൂചന മാത്രമാണ്. 1.5 പരിപാടിയാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അർജുൻ സർജയ്ക്കൊപ്പം ഇടിപ്പൂരം തന്നെയാണ് തീർക്കുന്നത് അവരോടൊപ്പമുള്ള എല്ലാ താരങ്ങളും. മലയാളികളിൽ സുപരിചിതരായ 2 നായികമാര് ആണ് നമ്മുടെ അഭിരാമിയും സർവമായയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ പ്രീതി മുകുന്ദും. ഇരുവരും ചേർന്നൊരുക്കുന്ന ഫൈറ്റ് സീനുകൾ ശരിക്കും പ്രേക്ഷകർക്ക് അഡ്രിനാൽ റഷ് നൽകുന്ന രീതിയിലാണ്. അതും ലേഡി ആക്ടേഴ്സ് ഇത്തരത്തിൽ ഗംഭീരമായിട്ട് അഴിഞ്ഞാടുന്ന ഒരു പ്രവണത നമ്മുടെ മലയാള സിനിമയിലോ മറ്റു ഭാഷാ സിനിമകളിലോ ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും ഇംഗ്ലീഷ് സിനിമകൾ മാത്രം അത്തരത്തിലുള്ള കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലേഡി സ്റ്റാറുകളുള്ളത്. ഇവിടെ ഇതാ അതിനൊരു കുറവിനുള്ളൊരു കോട്ടം സംഭവിച്ചിട്ടുള്ള മേഖലയിലേക്ക് ഇതാ നമ്മളെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിലാണ് ഇരുവരും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്ന് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത്. വിവേക് പ്രസന്നയാണ് കൈയടി നേടുന്ന മറ്റൊരു താരം. വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന കരാട്ടെ മാസ്റ്ററുടെ കുടുംബം അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. പല പ്ലോട്ടുകളിൽ സമാന്തരമായി നടക്കുന്ന സംഭവങ്ങളെ രസകരമായി കരാട്ടെ മാസ്റ്ററുടെ കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് തിരക്കഥാകൃത്ത്. ആക്ഷൻ കിങ് അർജുന്റെ സ്വാഗും സ്റ്റൈലും അസലായി പ്രയോജനപ്പെടുത്തിയ സിനിമ എന്ന് വേണമെങ്കിൽ എന്നല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ അത് വിശേഷിപ്പിച്ച് എടുത്തിരിക്കുന്ന ഒരു സിനിമ. ഇത്തരം രീതിയിൽ അദ്ദേഹത്തിന് കുറെ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല. അത് കാണുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. സ്വാഗും സ്റ്റൈലും ആ കഥാപാത്രത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ആ സിനിമയുടെ പ്രത്യേകത. തുല്യ പ്രാധാന്യത്തോടെ വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് അഭിരാമിയും പ്രീതിയും. അത് തന്നെയാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത. സാധാരണ ഒരു പുരുഷ കഥാപാത്രം തകർത്താടുമ്പോൾ സ്ത്രീകളെ കഥാപാത്രങ്ങൾക്ക് വലിയ റോളൊന്നും കിട്ടാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 3 പേർക്കും തത്തുല്യമായ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ സീനുകൾ നമ്മളെ രസിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ലേഡി സ്റ്റാറുകളും സ്ക്രീനിൽ നിറഞ്ഞാടുന്നത്. ടഫായ സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ സിനിമകളിൽ കണ്ടുവരുന്ന ക്ലീഷേ വസ്ത്രധാരണമോ ബിൽഡപ്പോ ഇല്ലാതെയാണ് അഭിരാമിയെയും പ്രീതിയെയും സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സാധാരണ ഒരു രീതിയാണ് സിനിമയ്ക്ക് നമുക്ക് ഫ്രഷ്നെസ് ലഭ്യമാക്കുന്നത്. തമിഴ് സിനിമയിലെ പുതിയ താരോദയമായ പ്രദീപ് രംഗനാഥന്റെ ലവ് ടുഡേയിൽ സംവിധാന സഹായിയായി ചലച്ചിത്ര ലോകത്തെത്തിയ സുഭാഷ് കെ രാജ് തന്റെ അരങ്ങേറ്റ ചിത്രം അങ്ങനെ ഗംഭീരമാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കട്ട ഡാർക്ക് തീമിൽ അധോലോകത്തിന്റെ ഫ്രെയിമിലേക്ക് കഥപറച്ചിൽ വരുത്തുന്ന ഒരു രീതിയാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. അതൊന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ക്ലീഷേ പൊളിച്ചടക്കൽ നമുക്കൊരു ഫ്രഷ്നെസ് നൽകുന്ന ഒരു കാഴ്ച. അങ്ങനെയാണ് ബ്ലാസ്റ്റ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ചിത്രം കാണുമ്പോൾ മലയാളികൾക്ക് ഒരു പക്ഷേ നമ്മുടെ ജോർജ് കുട്ടിയെ ഫീൽ അടിക്കാനുള്ള വകയുണ്ട്. എന്നാൽ സിനിമ വെറും ദൃശ്യത്തിന്റെ ഒരു ഫോർമാറ്റ് അല്ല എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കുക. അതിലൂടെക്ക് നിൽക്കുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റിലെ ആവേശകരമായ സിനിമാനുഭവം ആക്കുന്നതിന് സംവിധായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് രവി ബസ്റൂമിന്റെ ഒരു കിടിലനായിട്ടുള്ള BGMകളാണ്. ഫിനിക്സ് പ്രഭുവിന്റെ ഫൈറ്റും അതുപോലെ അവരുടെ അന്യായ കോംബോ ഇതൊക്കെ സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുന്നതിന് കാരണം, അതിന്റെ വിജയത്തിലേക്ക് അത് വൻ വിജയത്തിലേക്ക് നീങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ കിടിലൻ കഥാപാത്രങ്ങൾക്ക് കിടിലൻ ഫൈറ്റ് സീനുകൾ നൽകിയിരിക്കുകയാണ്. ജോൺ കൊക്കനും
അർജുൻ ചിദംബരവുമാണ് വില്ലൻ വേഷങ്ങളിൽ എത്തുന്നത്. ഇരുവരും അതിഗംഭീരമായിട്ട് തങ്ങളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അരുൺ രാധാകൃഷ്ണനാണ് ചിത്രത്തിന്റെ ക്യാമറ ഒരുക്കിയിരിക്കുന്നത്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് ഇ രാഘവാണ്. സിനിമയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ മനോഹരമായ ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കുടുംബത്തിനൊപ്പം ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ ഇടിപ്പടമാണ് ബ്ലാസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബീൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.